എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് സ്പെഷ്യലാണ്. നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു അപ്ഗ്രേഡ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ താറിൻ്റെ അകത്ത് നിലവിലുള്ളത് സ്റ്റോക്കായിട്ടുള്ള സസ്പെൻഷനാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ ഷോക്ക് നമ്മുടെ വണ്ടിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഉള്ളത് ഗബ്രിയലിൻ്റെ കമ്പനിയിൽ നിന്നൊക്കെ വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓയിൽ ഷോക്കാണ്. വലിയ കാര്യമായൊരു പെർഫോമൻസൊന്നും അതിനില്ല. നമുക്ക് ഓക്കെ എന്ന് പറയാം. അപ്പോൾ കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാനും ഓഫ് റോഡിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ഷോക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്ന ഷോക്ക് അയൺമാൻ്റെ നൈട്രജൻ ഷോക്കാണ് നമ്മൾ വണ്ടിയിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഷോക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺമാൻ്റെ ഷോക്ക്. 4 ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മുടെ അടുത്തുതന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഷോക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടിയായിട്ട് ഗ്യാരേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലശ്ശേരി കൂത്തുറമ്പ് റോഡിൽ ക്ലാസിക് മോട്ടോടെക് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പിലാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ ഷോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷോക്ക് മാറ്റുന്ന പരിപാടിയിലേക്ക് കിടക്കാം. വണ്ടി ജസ്റ്റ് കയറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഷോപ്പ് തുറന്നിട്ട് 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് പണിക്കാരൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമ്മുടെ ഷോക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഷോക്കാണ് ഈ കാണുന്നത് ഷോക്കാണ്, ഓയിൽ ഷോക്ക്. അപ്പോൾ അതിപ്പോൾ അഴിക്കാനുള്ള പരിപാടിയാണ്. അത് ബാക്കിലത്തെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഫ്രണ്ടിലത്തത് കുറച്ച് അധികം ബുദ്ധിമുട്ടൊന്നുമല്ല, എന്നാലും ബാക്കിലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിലത്തെ ഷോക്ക് അങ്ങനെ അഴിച്ചേട്ടോ. ഇതാണ് നമ്മുടെ താർ CRDക്ക് വരുന്ന ഷോക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന അയൺമാൻ്റെ ഷോക്ക് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഒരു ടാഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കുറച്ച് ടൈറ്റിൽ ഒരു ടാഗ് കൂടി നമ്മളവിടെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കാണുന്ന റബ്ബറിൻ്റെ ഈ കാണുന്ന ബുഷ് അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോകില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷോക്ക് നമ്മൾ വണ്ടിയിലേക്ക് ഇടാൻ വേണ്ടി പോക്കാണ്. താഴത്തെ ബോൾട്ട് പിന്നെ മേലത്തെ ബുഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ഫസ്റ്റ് ഷോക്ക് സെറ്റാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷോക്ക് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഷോക്ക് സെറ്റായിട്ടുണ്ട്. ഇവിടെ അടുത്ത് കാണിച്ചു തരാം. നിലവിൽ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഷോക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറി കാണാം. ഉണ്ടോ, നമ്മുടെ ഷോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലുള്ളത്. പിന്നെ വലിയ പാടൊന്നുമില്ലാതെ തന്നെ പുള്ളി മാറ്റി. ഞാൻ വിചാരിച്ച ഒരു സമയം എടുക്കുമെന്നാണ്. കാരണം കഴിഞ്ഞ നമ്മുടെ പഴയ വണ്ടിയിലെ പ്രൊഫൻഡറിൻ്റെ ഷോക്ക് മാറ്റുമ്പോൾ നല്ല സമയം എടുത്തിരുന്നു.
ഇത് പുള്ളി ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പുള്ളി പെട്ടെന്ന് തന്നെ മാറ്റി തന്നു. അപ്പോൾ അത് സെറ്റാണ്. അപ്പോൾ ഇനിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ള ഷോക്കാണ്. അപ്പോൾ അത് പുള്ളി അഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. ഓൾമോസ്റ്റ് ഓൾറെഡി അഴിച്ചു മാറ്റി വെച്ചിട്ടില്ല. നമ്മുടെ ഡ്രൈവർ സൈഡിൽ വന്ന ഓയിൽ ഷോക്കാണ് സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ഷോക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഷോക്ക് ഡ്രൈവർ സൈഡിലേക്കുള്ള ഷോക്കും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ പരിപാടി കഴിഞ്ഞു. നമുക്ക് നേരെ ബാക്കിലേക്ക് പോയി ബാക്കിലേയും കൂടി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇവിടെ ഫ്രണ്ടിലത്തെ 2 ഷോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് ഡ്രൈവർ സൈഡിലുള്ള ഷോക്ക്, പിന്നെ അപ്പുറത്ത് നമ്മൾ കാണിച്ച പോലെ കോ ഡ്രൈവർ സൈഡിലുള്ളതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ഷോക്കാണ് നമുക്ക് മാറ്റേണ്ടത്. ബാക്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഷോക്ക് വരുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഷോക്ക്. അപ്പം അതുകൂടി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ലീഫിൻ്റെ മേലെയാണ് അത് വരുന്നത്. അതാണ് കഴിക്കുന്നതിന് മുമ്പ് പുള്ളി ഒന്ന് WD അടിക്കുന്നതാണ്. അപ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. കുറേ കാലമായില്ലേ, എന്തായാലും ചില്ലറ വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ 2 ഷോക്ക് നമ്മൾ അഴിച്ചു കഴിഞ്ഞു. ഓയിൽ ഷോക്ക് സ്റ്റോക്കായിട്ടുള്ള ബാക്കിലത്തെ 2 ഷോക്ക് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഷോക്ക് നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാണ് റിയറിൽ വരുന്ന ഷോക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ 2 ഷോക്കും സെറ്റ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ ടൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് മാനുവലി സ്പാനർ കൊണ്ട് ഒന്നുകൂടെ ടൈറ്റ് പിടിച്ചു വണ്ടിയുടെ ഷോക്കിൻ്റെ നെറ്റും ബോൾട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോക്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം, ആ വൈറ്റ് കളറിൽ കാണുന്ന അതാണ് നമുക്ക് 2 ഷോക്കുകൾ.
അപ്പോൾ എല്ലാം സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി നമ്മളിനി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാം. വണ്ടിയുടെ ഹൈറ്റിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വണ്ടിയുടെ ഷോക്ക് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഹൈറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓടി തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല മാറ്റം വരും. അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ആ ഗ്യാപ്പിൽ വന്ന മാറ്റം. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പം വണ്ടി ഒന്ന് പുറത്തിറക്കി ഒന്ന് ടെസ്റ്റ് റൈഡ് നോക്കണം. അതിനുശേഷം പിന്നീട് നല്ലൊരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കിതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.